സോയാ ചങ്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്കൊരു 200 ഗ്രാം സോയാബീൻ എടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, സവാള 2 എണ്ണം ചെറുതായി നീളത്തിലരിഞ്ഞത്, ഉരുളൻകിഴങ്ങ് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇതൊരു 3 വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞത്. ആവശ്യത്തിനുള്ള സോയാ ബോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു 2 മിനിറ്റ് ഇട്ട് വയ്ക്കണം. അതിനുശേഷം വെള്ളം നന്നായി പിഴിഞ്ഞതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. വെള്ളം എല്ലാം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ബോൾസ് എല്ലാം ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ചെറുതാക്കുക. ഞാനിപ്പോൾ ഇവിടെ വലിയ സോയാബീൻ എടുത്തുകൊണ്ടാണ്. നിങ്ങൾ ചെറിയത് എടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ചിക്കൻ മസാല ഗരം മസാല ഏതായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കണം. 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം ഗ്യാസിലൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോയാബീൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ അത് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ഇതുപോലെ നമുക്ക് ബാലൻസ് എടുക്കണം. കംപ്ലീറ്റ് സോയാ ബോളൂടെ ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കംപ്ലീറ്റ് സോയാ ബോൾസ് നമ്മൾ ഒന്ന് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു പാൻ എടുത്ത് ചൂടാകാൻ വയ്ക്കുക. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ചെറു തീയിലൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ചെന്ന് നന്നായിട്ട് വെന്ത് വരുമ്പം തക്കാളി ഇഷ്ടമുള്ളവർക്കൊരു 1/2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങെല്ലാം വെന്ത് നന്നായിട്ട് സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കുന്ന
സോയാബീൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാനായി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.